ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി കാണാം. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെയെന്ന് ഞാൻ പറയില്ല, എങ്കിലും നമ്മുടെ കുട്ടികൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിലും നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് കുറച്ച് വലിയ പീസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പച്ചമുളക്, എരിവിന് ആവശ്യമായ പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും 2 നാരങ്ങയുടെ നീരും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത കൂട്ട് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും കൂടെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതിന് കോട്ടിങ്ങിനായിട്ട് ഒരു മിക്സ് വേണം. അതിനായിട്ട് 2 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലോറും അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോയും ഗാർലിക് പൗഡറും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഞാനിവിടെ ഗാർലിക് പൗഡർ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ പീസസ് ഓരോന്നും എടുത്തിട്ട് മൈദ മിക്സിലൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് ആ ചിക്കനിൽ നിന്ന് വന്ന കുറച്ച് വെള്ളം കാണും, ആ വെള്ളത്തിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ആ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ ആ വെള്ളത്തിലേക്കൊന്ന് മുക്കിയെടുത്തതിന് ശേഷം വീണ്ടും മൈദ മിക്സിൽ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മുക്കിയെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുടഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ആ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രൈഡ് ചിക്കൻ്റെ ആ പുറത്തുള്ളൊരു ടെക്സ്ചർ കിട്ടാനാണ് അങ്ങനെ കുടഞ്ഞെടുക്കുന്നത്. അപ്പം ഓയിലിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.